വെറുമൊരു ചപ്പൽ വിൽപ്പനയിൽ തുടക്കമിട്ട രണ്ട് സഹോദരങ്ങൾ എങ്ങനെയാണ് 11,000 കോടി രൂപയുടെ സാമ്രാജ്യം പടുത്തുയർത്തിയത്? അപ്പോൾ ഇതുപോലുള്ള ഇൻസ്പയറിംഗ് ബിസിനസ് സ്റ്റോറീസിനായി നമ്മുടെ ചാനലിന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 1970-80 കാലഘട്ടത്തിൽ ഒരു മിഡിൽ ക്ലാസ്സുകാരന് ചപ്പൽ വാങ്ങണമെങ്കിൽ രണ്ട് ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ബാറ്റയുടെ വില കൂടിയ സ്ലിപ്പേഴ്സ് വാങ്ങണം, അല്ല എങ്കിൽ തീരെ വിലയില്ലാത്ത പ്ലാസ്റ്റിക് ചെരുപ്പ് വാങ്ങണം. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അതായത് കുറഞ്ഞ പ്രൈസിൽ ക്വാളിറ്റിയുള്ള ചപ്പൽ ആരും കൊടുത്തിരുന്നില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടെന്ന് സഹോദരങ്ങളായ രമേഷ് കുമാർ ദുവായും മുകുന്ദലാൽ ദുവായും മനസ്സിലാക്കുകയാണ്. ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടി അവർ ലണ്ടനിൽ പോയി അഡ്വാൻസ് റബ്ബർ ടെക്നോളജി പഠിക്കുകയും 1976 ഇന്ത്യയിൽ റിലാക്സോ എന്ന പേരിൽ ഹവായി ചപ്പൽ നിർമ്മിക്കാൻ തുടങ്ങി. റിലാക്സോ കുറഞ്ഞ പ്രൈസിൽ ക്വാളിറ്റി ചപ്പൽ ആളുകൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആളുകളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുകയാണ്. എന്നാൽ 1991 ശേഷം സാമ്പത്തിക പരിഷ്കരണം ഇന്ത്യയിൽ വരികയും ഒരുപാട് ഫോറിൻ ബ്രാൻഡ്സ് ഇവിടേക്ക് വരികയും ചെയ്യുകയാണ്. ആളുകൾ ആസ്പിറേഷന്റെ പുറത്ത് മറ്റ് ചെരുപ്പുകൾ ട്രൈ ചെയ്യാൻ തുടങ്ങി. ഇത് റിലാക്സോയെ സംബന്ധിച്ച് വളരെ വലിയൊരു തിരിച്ചടിയായി മാറുകയാണ്. ഇനി ജനങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ സ്റ്റൈലിഷും കംഫർട്ടബിളുമായ ചെരുപ്പുകൾ നിർമ്മിക്കണമെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അതിനാൽ അവർ പല ബ്രാൻഡുകൾ പുറത്തിറക്കി. ബഹാമസ് ട്രെൻഡി ലുക്ക് ഇഷ്ടമുള്ള യുവാക്കൾക്കായി ഇറക്കി. ഫ്ലൈറ്റ് ലൈറ്റ് വെയ്റ്റും കംഫർട്ടബിളുമായ ഫുട്വെയർ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി. സ്പാർക്സ് സ്പോർട്ട് ലുക്ക് ഇഷ്ടമുള്ളവർക്കായി. റിലാക്സോ ദിവസേന ഉപയോഗത്തിനായി ഇറക്കി. ഈ മൾട്ടി ബ്രാൻഡ് സ്ട്രാറ്റജി ഹിറ്റ് ആവുകയാണ്. ഇന്ന് റിലാക്സോ 20 കോടി പെയർ ചപ്പലുകളാണ് വിൽക്കുന്നത്. ഏകദേശം 3500 കോടി രൂപയാണ് പ്രതിവർഷം ഇവരുടെ വരുമാനം. ഇതാണ് രണ്ട് സഹോദരങ്ങൾ സ്റ്റാർട്ട് ചെയ്ത റിലാക്സോ കമ്പനിയുടെ ചരിത്രം. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസും കാണാൻ ശ്രമിക്കുക. സീ യു അഗെയിൻ.